ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പം നമ്മൾ ഇന്ന് കണ്ണിമാങ്ങ അച്ചാർ ഇടുന്നതിനുള്ള പ്രോസസ്സിലാണ്. ഞാൻ ഒരു മാസം മുമ്പ് ഈ പാർട്ട് 1 ഞാൻ കാണിച്ചിരുന്നു. നമുക്ക് കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെക്കുന്ന ഒരു പ്രോസസ്സ് ഞാൻ കാണിച്ചിരുന്നു. അപ്പം ആ ഒരു മാസത്തിന് ശേഷം ഞാൻ ആ കണ്ണിമാങ്ങ നമ്മുടെ അച്ചാറിട്ടിരിക്കുന്ന അച്ചാറല്ല, ആക്ച്വലി ഉപ്പിലിട്ടിരിക്കുന്ന കുപ്പിയിൽ നിന്ന് നമ്മൾ തുറന്ന് അച്ചാറിടാൻ പോവുകയാണ്. ഇത് പാർട്ട് 2 ആണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാനിത് ഒരു മാസമായിട്ട് ഉപ്പിലിട്ട്, അതായത് കല്ലുപ്പിനകത്തിട്ട് വെച്ചിരുന്നതാണ്. ഇത് പാർട്ട് 1 ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആ പ്രോസസ്സിന്. കല്ലുപ്പിനകത്ത് ഈ കണ്ണിമാങ്ങ, ഫ്രഷ് കണ്ണിമാങ്ങ എങ്ങനെയാണ് ഇട്ടിരിക്കുന്നതെന്നുള്ള പ്രോസസ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പാർട്ട് 1. ഇപ്പം ഇത് നമ്മളതെടുത്തിട്ട് ഒറിജിനൽ അച്ചാറിടാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറക്കാം അല്ലേ. ഇതാണ്ട് ഇത് നല്ലപോലെ അടച്ച് ഞാൻ വെച്ചേക്കുമായിരുന്നു. അതാണ്ട് ഇപ്പം ഞാൻ ഒന്ന് തുറക്കുകയാണ്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇത്, കണ്ടല്ലോ. ഇത് നമുക്കിനി ഇത് വെള്ളം ഞാനൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ്. ഇത് മൊത്തം ഉപ്പുമാങ്ങയുടെ വെള്ളം, മൊത്തം ഉപ്പിൽ നിന്ന് ഇറങ്ങിയേക്കുന്ന കേട്ടോ. വേറെ വെള്ളം ഒന്നും, നമ്മളിത് കഴുകി തുടച്ചിട്ടിരുന്ന മാങ്ങയാണ്. നല്ല ഡ്രൈ ആയിട്ട് വെച്ചിരുന്ന മാങ്ങയാണ്. ഇത് മൊത്തം ഉപ്പാണ്, ഉപ്പിൻ്റെ വെള്ളമാണത്. അതിൻ്റെ കളറൊക്കെ മാറി ഉപ്പുമാങ്ങയുടെ ഇതാണ് വെള്ളം. നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ടുന്നു വറുത്തെടുക്കാം. ഈ കടുകിന് പൊടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കടുക് നമ്മൾ ജസ്റ്റ് ചെറു ചൂടിൽ ഒന്ന് വറുത്തെടുക്കുകയാണിത്. ഞാനിവിടെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഉലുവയും ഈ കടുകും കൊണ്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മുടെ അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ചെറു ചൂടിൽ ഇപ്പോൾ കടുക് നമ്മൾ വറുത്തില്ല. ആ കടുകും അതായത് 1 ടീസ്പൂൺ കടുക് ജസ്റ്റ് ഒന്ന് ചെറു ചൂടോടെ വറുത്തെടുത്തതും 1 ടീസ്പൂൺ ഉലുവയും കൂടെ വറുത്തെടുത്ത് അത് ഞാൻ പൊടിച്ചെടുത്തതാണിത് കേട്ടോ. അതൊന്ന് മാറ്റി വയ്ക്കുവാണ്. നമ്മളിനി ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂണാണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ കടുക്, കടുക് നമ്മുടെ കായം, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇത്രയും കായം, ഇത്രയും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക്. നമ്മളിതാണ്ട് മുളകൊക്കെ വറുത്ത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കുകയാണ്. നമ്മൾ കുറച്ച് എള്ളെണ്ണ ചൂടാക്കുവാണ്. ഒരു 1/4 കപ്പോളം എള്ളെണ്ണ വേണം കേട്ടോ. നമ്മൾ ആ മുളകെല്ലാം കൂടെ ചൂടാക്കിയെടുത്ത പാനിലേക്ക് തന്നെ കുറച്ച് എള്ളെണ്ണ, ഒരു 1/4 കപ്പ് എള്ളെണ്ണയാണ് ഞാൻ എടുത്തേക്കണം. ചിലർ 1/2 കപ്പൊക്കെ എടുക്കും. 1/4 കപ്പ് എള്ളെണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇത് ചൂടാക്കി നമ്മൾ ആറാൻ വേണ്ടി മാറ്റി വെക്കുവേ. നമ്മൾ ഉപ്പിലിട്ട് വെച്ചേക്കുന്ന മാങ്ങ, അതിൽ ജസ്റ്റ് ഇത്ര മാങ്ങ ഞാൻ എടുത്തുള്ളൂ. ബാക്കി മാങ്ങ ഞാൻ ഉപ്പിലിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് വെറും വെള്ളക്കിട്ട്, അതായത് ഉപ്പിലിട്ട മാങ്ങയായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ഒരു 3-4 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാൽ കേട്ടോ. അതിനകത്തേക്ക് മുളക് പൊടി ഇടുവാണ്. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മുളക്, കായം ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. നമ്മൾ ആ എടുത്ത് വെച്ചത് ഉപ്പ് വേണം കേട്ടോ. ഉപ്പ് വെള്ളം ഇല്ലേ നമ്മുടെ മാങ്ങായിൽ നിന്ന് കിട്ടിയത്, അതൊന്ന് ഒഴിക്കുക കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം എടുത്താൽ മതി. നമുക്ക് എത്രമാത്രം അച്ചാർ വേണം എന്നുള്ളത്. ഞാനിതാണ്ട് ഇത്ര എടുക്കുന്നുള്ളൂ, ഒന്ന് പെരണ്ടിരിക്കാൻ വേണ്ടി. അത്രയും ഒന്നിട്ടിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്യുവാണ്. വേണ്ടത് നമ്മളത് ആ ഉപ്പെല്ലാം കൂടെ, ഉപ്പും വെള്ളം എല്ലാം കൂടെ ചേർത്ത് ആ പൊടിയും മുളക് പൊടി എല്ലാം കൂടെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തു ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റുകയാണ്. നമുക്ക് വെള്ളം എത്രമാത്രം വെള്ളം ആവശ്യമുണ്ടോ വെച്ചാൽ ഇത്രയും ആ ഉപ്പുവെള്ളം ചേർക്കാം കേട്ടോ. ഇതാണ്. ഇനി നമ്മൾ ആ തണുപ്പിച്ച് വെച്ചേക്കുന്ന എണ്ണയുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഞാനൊന്ന് ഒഴിക്കുവാണേ. എള്ളെണ്ണ കേട്ടോ. അതെടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യുവാണേ.
ഈ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു സ്റ്റീൽ കുപ്പിയിലോട്ടോ എന്തിലേക്കെങ്കിലും വെച്ച് നല്ല ടൈറ്റ് ആയിട്ടുള്ള കുപ്പിക്കകത്ത് വെച്ച് അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് നാളെയോ 2 ദിവസം കഴിഞ്ഞോ എടുത്ത് കഴിക്കാം. ചിലർക്ക് ഇന്ന് തന്നെ കഴിക്കും. ഇത് നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ അപ്പോൾ ഇവിടെ റെഡി. നമുക്കത് കുപ്പിയിലോട്ട് മാറ്റാം. അത് ഞാൻ ആ പ്രോസസ്സ് കാണിക്കുന്നില്ല. ഈ പാത്രത്തിൽ തന്നെ ഞാൻ വെക്കുവാണ്. പക്ഷേ ഇത് നിങ്ങളിത് അടച്ച് നല്ല ടൈറ്റുള്ള ഒരു കുപ്പിയിൽ അടച്ചു വെക്കണം കേട്ടോ. ഇത് എണ്ണ ആയതുകൊണ്ട് ഇതൊരിക്കലും പൂത്തൊന്നും പോകത്തില്ല. മാത്രമല്ല നമ്മൾ ഒരു ശകലം പോലും വെള്ളം ഇതിൽ ടച്ച് ചെയ്യിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിന് പൂത്തൊന്നും പോകത്തില്ല. പക്ഷേ ഇതാണ് നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ എന്ന് കാണുന്നത്. നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ ഇതാണ്ട് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.